ആദ്യന്നദ്വയനൗ വ്യക്തൻ അനാകുലൻ പരമൻ പരം. പാട്ട് ഉഗ്രനാണെങ്കിൽ ഡാൻസിനെക്കാട്ടും പ്രേക്ഷകർ എന്ത് ചെയ്യും? കുറച്ച് നല്ല പാട്ടിൽ ഗ്രാഹ്യമുള്ളവർ അവർ കണ്ണടച്ച പാട്ട് മാത്രം കേൾക്കും. See, for me, acting is acting. Whether it's in dance or screen or cinema. നമ്മളെ കാണാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? I think that is more practical. I mean, that can happen very fast. ഇല്ല കേട്ടോ, ഇതിപ്പോൾ നേരെ മാറിയില്ല, ഇൻ്റർവ്യൂവിൻ്റെ ചായ മാറി. അടിഡീങ്കിന താതിത്താം ഡിമുക്കുതാം തത്താം ഡീങ്കിന താം ദിത്താം. കരിയറിലെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും വ്യക്തി എന്നുള്ള രീതിയിലും കരിയറിലെ ഏറ്റവും അപ്ഡേഷൻസ് നടക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. ആക്ച്വലി ഞാനതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുദ്രാസ് അക്രോസ് സ്പേസസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രോജക്റ്റ് അത് സബ്മിറ്റ് ചെയ്തു. നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്, ദ ക്രോസ് ഓവർ ഹിയറിംഗ് ഡിഫിക്കൽറ്റീസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയുള്ള അത് ഡോക്യുമെൻറ്റേഷനാണ്. ഒപ്പം 23 വർഷത്തിന് മുമ്പ് ഒരു സിനിമയിലേക്ക് ഒരു ചാൻസ് വന്നിട്ട് അത് വിട്ടിട്ട് ഇത്ര കാലമായിട്ടും സിനിമ എന്നുള്ളൊരു ഫീൽഡിലേക്ക്, കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് പോവാതിരുന്നിട്ട് അവസാനം ഒരു സിനിമയിൽ അഭിനയിച്ചു. ഒരുപാട് പ്രോജക്റ്റുകൾ വന്ന് നിൽക്കുന്ന ഈ ഒരു പീരീഡിൽ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആക്ച്വലി എല്ലാം കൂടെ ഒരുമിച്ച് അതിൻ്റെ ഇതിൻ്റെയൊക്കെ ചിന്തകളും ഇതിൻ്റെയൊക്കെ വർക്കും കുറേ കാലമായി നമ്മൾ തുടങ്ങുന്നു. ഓൺലി തിങ് ഇതിനെ ഒന്ന് സിസ്റ്റമാറ്റൈസ് ചെയ്യുക, ഒഫീഷ്യലാക്കുക എന്ന് പറയുന്ന അതിൻ്റെ ആയിട്ടുള്ള എസ്പെഷ്യലി നമ്മുടെ ഡാൻസ് ബേസ്ഡ് പ്രോജക്ട്സ് ഒക്കെ അതിൻ്റെ ആയിട്ടുള്ള ടൈം എടുക്കും കേട്ടോ. എസ്പെഷ്യലി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അംബ്രല്ലയിൽ ചെയ്യുമ്പോൾ. ബാക്കി ബേസിക്കലി ഇതിൻ്റെയൊക്കെ വർക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉള്ളതാണ്. ഹസ്താസ് എന്നുള്ളതാണ് എൻ്റെ ഒരു ബ്രോഡ് ഏരിയ ഈ പറയുന്ന IISTയിൽ കൊടുത്തത്. നമ്മുടെ ജസ്റ്റർ ലാംഗ്വേജിൻ്റെ ഒരു തിയറിയോ ഒരു പ്രിൻസിപ്പിളോ വെച്ച് എങ്ങനെയാണ് മറ്റ് ഇടങ്ങളിൽ അതിനെ നമുക്കൊന്ന് അതിൻ്റെ സെയിം തിയറീസും പ്രിൻസിപ്പിൾസ് വെച്ച് പുതിയ ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ അസ്ട്രോണമിക്കൽ സൈൻ ലാംഗ്വേജ്, ക്രിപ്റ്റിക് ലാംഗ്വേജ്, അതേപോലെ ഡിഫെൻസിനുള്ള സീക്രട്ട് ലാംഗ്വേജ്. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഔട്ടർ സ്പേസ്, സീറോ ഗ്രാവിറ്റി എൻവയൺമെൻറ്റിൽ യു നീഡ് ജെസ്റ്റേഴ്സ്. പൊതുവേ ഇപ്പോൾ മറ്റ് ചില എന്താ പറയുക റിസർച്ച് മേഖലകളിൽ ഇപ്പോൾ ഹാൻഡ് റെക്കഗ്നിഷൻ ഡിവൈസസും ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ദിസ് ഓൾസോ ഹാസ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, ദാറ്റ് ദർ ഇസ് വെരി സിസ്റ്റമാറ്റിക് ഇൻഫർമേഷൻ പുട്ട് ഔട്ട് ദർ. IISTയിൽ ചെയ്തത് ഇതിൻ്റെ ഒരു പ്രിലിമിനറി മാത്രമാണ്. അതല്ലാണ്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇനിയും ഞാൻ വേറെ ഓർഗനൈസേഷൻസിൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൺ. പിന്നെ നവകേരളയുടെ അഗൈൻ ദ തോട്ട് ഇസ് ദ സെയിം. ഒരു സ്റ്റേജ് സ്പേസ് ഈ 4 സൈഡ്സ് എന്നല്ലാണ്ട് നമ്മൾ മറ്റുള്ളൊരു സ്പേസിലേക്ക് നമ്മൾ നമ്മുടെ പെർഫോമൻസ് ആസ് എ പെർഫോമർ കൊണ്ടുപോകുമ്പോൾ അതിൽ വരേണ്ട ചില മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഇപ്പോൾ ഞാൻ സ്റ്റേജിലാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ കോവിഡ് കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു സ്പേസ് ഇല്ല. എന്ത് പറ്റി ആർട്ടിസ്റ്റിന്? എന്ത് പറ്റി? വി വർ സോ റിലയൻറ്റ് ഓൺ ദി ഓർഗനൈസേഴ്സ് ഓർ ദി സ്പോൺസേഴ്സ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ച എൻ്റെ സ്ഥലമായിട്ടുള്ള തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം, അവിടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വർക്ക് അമ്പലമായി ആസ്വദിച്ചിട്ടുള്ള ഒരു അവൻ്റെ മൂർത്തിയെ ബേസ് ചെയ്തിട്ടും അതിൻ്റെ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടും ഒരു വർക്ക് ഇംപ്രോംപ്റ്റുവായി ഉണ്ടാവുകയാണ്. സ്ത്രീ പ്രേക്ഷ എന്ന് പറയാൻ കാരണം ആ ടേം ഒരു വളരെ പഴയ കാലത്ത്
ഒരു സെൽഫ് ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് തന്നെയാണ് പൊതുവേ ഞാൻ റിച്വലായി കാണുന്നത്, നോട്ട് ജസ്റ്റ് ദി പൂജ ആൻഡ് ഓൾ ദാറ്റ്. ഫോർ മീ, ഞാൻ എപ്പോഴും ഈസോട്ടറിക് എന്നുള്ളൊരു വാക്ക് പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, ഫോർ മീ മൈ വർക്ക് ഹാസ് ബീൻ സെൽഫ് ട്രാൻസ്ഫോർമേറ്റീവ് ഓൺ മെനി ഒക്കേഷൻസ്. സോ അങ്ങനെയാണ് അത് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് മാത്രമല്ല ഇനി എൻ്റെ ഫോക്കസ്. മറ്റിടങ്ങളിലും പോകുമ്പോൾ ഞാനെന്നല്ല, മറ്റ് ഡാൻസേഴ്സിനും ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്താണ്. ഇപ്പോൾ നമ്മൾ ഈ കോമഡിറ്റി ഫീറ്റിഷസാണ് എപ്പോഴും നമ്മൾ കാണുന്നത്, വേ യുവർ ആർട്ടിസ്റ്റ് വ്യൂഡ് എസ് എത്ര സ്പോൺസേഴ്സിനെ കിട്ടും, എത്ര പൈസ അവർക്ക് റേക്കൺ ചെയ്യാം. അതൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞ് എനിക്ക് ചിലപ്പോൾ സ്റ്റേജിനോട് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് അത്രയും കാഴ്ചക്കാർ വേണ്ടെങ്കിൽ എന്ത് ചെയ്യും. വേണ്ട മീൻസ് നമ്മുടെ ചില വർക്ക് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കാണാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും. I think that is more practical. I mean, that can happen very fast, right? പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്നും ഒരു അവരതിൻ്റെ അപ്പിയറൻസിലും ഒക്കെ ഞാൻ പറയണ മെയിൻ സ്റ്റേജ് പെർഫോമൻസസ് അല്ല കേട്ടോ. മറ്റ് ചില ഇപ്പോഴും അവർ ഷോ എന്നുള്ള വാക്കാണല്ലോ പറയുന്നത്. ഷോ, വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇറ്റ്സ് എ ക്രേസി ടേം വെൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഇന്ത്യൻ ട്രഡീഷണൽ ഡാൻസ് ഇസ് കൺസേൺഡ്. അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സ്, ഡാൻസ് ക്രിയേറ്റേഴ്സ്, അവർക്ക് ഈ 1.5 മണിക്കൂർ സ്റ്റേജിൽ കളിക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ചൊൽക്കെട്ട് തൊട്ട് തില്ലാന വരെ. അപ്പം അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു സ്പേസിൽ, അവർക്ക് ഏറ്റവും സെക്യൂറായി തോന്നുന്നൊരു സ്ഥലത്ത്, ആൻഡ് ഒബ്വിയസ്ലി പീപ്പിൾ റിലേറ്റ് ടു എ വർഷിപ്പ് സ്പേസ്. അതിപ്പോൾ ടെമ്പിൾ തന്നെ ആവണം എന്നില്ല, അത് എങ്ങനെയാണ്. ഇറ്റ് കുഡ് ബി എ ഗ്രോവ്, ഇറ്റ് കുഡ് ബി എ സാങ്ച്വറി, റൈറ്റ്? സോ വെറെവർ ദേ റിലേറ്റ് ടു, or even if it's in your house. But what if ഒരു ആൾക്കാർക്കും അത് കാണാനും അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ then that is also a space. അപ്പോൾ ഞാൻ ഇത് തിരുവാലത്തൂർ അമ്പലത്തിൽ ചെയ്തപ്പോൾ ആക്ച്വലി ആ കാഴ്ചക്കാരൊന്നും അറിയിച്ചിട്ടില്ല. എന്താ വെച്ചാൽ അന്ന് നല്ല ഐസൊലേഷൻ പാലിക്കേണ്ട സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അവരെ ഒന്നും അറിയിക്കണ്ട. പക്ഷെ നമ്മുടെ മേളം തുടങ്ങിയ ഉടനെ ആൾക്കാർ വന്നു. സോ ദാറ്റ് ഇസ് വൈ യു വിൽ ഫൈൻഡ് മാസ്ക് ആൻഡ് ഓൾ ദാറ്റ്. സോ വേണ്ട ആൾക്കാരെ വന്നുള്ളൂ. അപ്പം നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. യു നോട്ട് ഇമ്പോസിങ് യുവർ ഐഡിയാസ്. ഇൻ ഫാക്ട് ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. സോ ഇത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ദെൻ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് എനിക്ക് നവകേരളയുടെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കിട്ടുന്നത്. ബിക്കോസ് എവിടെയും ഇൻക്ലൂഷനെയാണ് അഡ്രസ് ചെയ്യണം. ഓൾദോ ഇറ്റ് മേ നോട്ട് സീം ലൈക്ക് ദാറ്റ്. പലപ്പോഴും അത് ചിലപ്പോൾ അങ്ങനെ അല്ലാന്ന് തോന്നിയേക്കാം, അത് ആൻറ്റിതീസിസ് ഓഫ് മൈ ബിലീഫ്സ് ആയിരിക്കാം. പക്ഷേ I am not saying you have to perform in demos. I am not saying you have to do so. I am just giving them options as to, where all you can explore. അത് കഴിഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞു, നമ്മൾക്കൊക്കെ കുടുംബ അമ്പലങ്ങൾ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്, അവിടെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു എന്നോട്. That's a kind of liberation they have. So it needed, I am not saying one person can create a work on a beach, It's a part of self-expression. ആൻഡ് മാത്രമല്ല, നമ്മൾ ഇത്തരം നമ്മുടെ കലകളെല്ലാം ഇതുപോലെ ഐതിഹ്യങ്ങളിലും സ്ഥലപുരാണങ്ങളിലും എല്ലാം ബേസ് ചെയ്തിട്ട് കിടക്കുകയാണ്, അല്ലാത്തതും ഉണ്ട്. അപ്പം അങ്ങനെ പുതിയ ചില സാധനങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാൻ ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് ഇതിന്നാണ് എൻ്റെ മറ്റ് സ്പേസ് എന്നുള്ള ചിന്തയെ പോയി ഔട്ട് ഓഫ് സ്പേസ് ചിന്തിച്ചത് ഞാൻ. അങ്ങനെയാണ് പിന്നീട് അത് വരുന്നത്, IISTയുടെ കോൺസെപ്റ്റ്. പിന്നെ ഒരു ഫിസിക്കൽ സ്പേസ് അല്ലാണ്ട് ഒരു കമ്മ്യൂണിറ്റി സ്പേസ്, അങ്ങനെയാണ് ഹിയറിംഗ് ഇംപയർഡ് വരുന്നത്. സം പീപ്പിൾ കോൾ ഇറ്റ് ഹിയറിംഗ് ഇംപയർഡ്, സം പീപ്പിൾ കോൾ ഇറ്റ് ഡെഫ്, സം പീപ്പിൾ ഡോണ്ട് ലൈക്ക് ടു ബി കോൾഡ് ഡെഫ്, സം പീപ്പിൾ ഡോണ്ട് ലൈക്ക് ടു ബി കോൾഡ് ഹിയറിംഗ് ഇംപയർഡ്. സോ ഇറ്റ്സ് സ്റ്റിൽ എ വെരി, ഇന്നും ഇന്ത്യയിൽ ഇതൊരു, അപ്പം ഞാൻ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് ആണ് പറയുന്നത്, അങ്ങനത്തെ ദോസ് ഇൻഡിവിജ്വൽസ് വിത്ത് ഹിയറിംഗ് ഇഷ്യൂസ്, അവർക്ക് വേണ്ടി ഞാൻ വിചാരിച്ചു ഇത്രയും ആൾക്കാർ നമ്മുടെ വർക്ക് കാണുന്നു. സോ മെനി പീപ്പിൾ സീ മൈ വർക്ക്. എന്നാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആൾക്കാർക്ക് നമ്മൾ ഡിനൈ ചെയ്യുന്നത്?
നമ്മളൊരു പൊതുവേദിയിൽ ഞാൻ എൻ്റെ വർക്ക് നെറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇൻസ്റ്റഡ് ഇവിടെ ഞാൻ അവരുടെ ലാംഗ്വേജിൽ നെറേറ്റ് ചെയ്തു. ആദ്യത്തെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെൻ ദേ റെസ്പോണ്ടഡ് ടു മീ, അതാണ് ഇറ്റ്സ് ഡോക്യുമെൻറ്റഡ്. എൻ്റെ എക്സിലറേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഫോർ മീ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഇടത്തിൽ ഞാൻ ആക്സസ് ചെയ്യണം. ഞാൻ ഇൻസ്റ്റെഡ് ഓഫ് ടീച്ചിങ്, ഇപ്പോൾ പലവരും നമ്മുടെ മുദ്രാഭാഷ അവരെ പഠിപ്പിച്ച് ഒരു ഗ്രൂപ്പിനെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ഈസി ആക്സസ് ചെയ്യാൻ എന്താണ്, ഇൻക്ലൂഷൻ ഡസ് നോട്ട് മീൻ ബ്രിങ്ങിങ് ദെം ടു അസ്, യു ക്യാൻ ഓൾസോ ഗോ ടു ദെം. അതാണ് ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫോർ മീ ടു ക്രോസ് ഓവർ മൈ ഓൺ. നമ്മൾ പഠിച്ച് വളർന്നേയും നമ്മൾ അറിയാണ്ട് അറിഞ്ഞ ചില ലിമിറ്റേഷൻസും ഒക്കെ ഞാൻ ക്രോസ് ഓവർ ചെയ്ത് പോയതാണ്. ആൻഡ് ഫോർ മീ ദി ഈസിയസ്റ്റ് തിങ് വാസ് ടു try and speak their language. അതിലെല്ലാം ശരിയായിക്കോളും, ഐ എം ട്രൈയിങ്, ഇറ്റ്സ് എൻ അറ്റംപ്റ്റ് അല്ലേ. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് അവരുടെ ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഞാൻ ISL ചെയ്തതിലല്ല അവർക്ക് സന്തോഷം. അതിലൂടെ ഞാനൊരു സ്റ്റോറി അവർ നെറേറ്റ് ചെയ്ത് എൻ്റെ അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. ആൻഡ് വൺ തിങ് ഈസ് ദാറ്റ് ഐ ഫോർഗോട്ട്, ഭയങ്കര മറവി കേട്ടോ വിനു, റൈറ്റ്, ഒന്നും പറയണ്ട. നമ്മൾ ഒരുപാട് കാര്യം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. Yeah. See, one thing is, the moment they saw me try and speak their language, that means ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നു. പേഴ്സൺ എന്നുള്ള രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തോ ഏതെങ്കിലും രീതിയിൽ തരത്തിൽ? Of course, it has transformed me. I will call even that, for me it was very ritualistic. ഞാൻ പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ല ഈ വേർഡ്, അതുകൊണ്ടാണ് ഞാൻ it was self-transformative and I wanted to go through that. ഒരു പോയിന്റ് കഴിഞ്ഞാൽ യു വിൽ നോ ആ ഡോക്യുമെൻറ്റേഷനിൽ ജസ്റ്റേഴ്സ് ഒന്നും പിന്നെ നമ്മുടെ ആയാലും അവരുടെയും പിന്നെ മനസ്സുകൾ തമ്മിലാണ്. ആൻഡ് ദാറ്റ് ഐ തിങ്ക് ഹാപ്പൻസ് ഇൻ റിയൽ ലൈഫ് ഓൾസോ. ദ മൊമെൻറ്റ് വൺ ഫീൽസ് ദറ്റ് വൺ ഇസ് കമ്മിങ് ഔട്ട്. എനിക്ക് ആക്ച്വലി അതൊരു ഡേഞ്ചറസ് സ്പേസാണ്. എന്താ വെച്ചാൽ എനിക്ക് വലിയ ഗ്രാഹ്യമില്ലാത്തൊരു സ്പേസാണ് ഇൻ ദ സെൻസ് പക്ഷേ ഐ എം വില്ലിങ് ടു സ്റ്റാൻഡ് ദെയർ. People will criticize me, അതൊക്കെ ഉണ്ടാവും. I'm willing to stand there. And it has to be, ഇപ്പോൾ നമ്മളൊരു റിസർച്ച് ഗൈഡായിരിക്കുമ്പോൾ വെറുതെ you can't just, you have to practice what you preach. And I am willing to put myself there at that point of risk. But for me, എനിക്കത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടൻറ്റ് വൈസ് എന്ന് ഞാൻ പറയില്ല, ബട്ട് ഇതിൻ്റെ ഒരു തോട്ട് ഫോർ മീ, ദാറ്റ് ആസ് എ തോട്ട് ഐ തിങ്ക് ഇറ്റ്സ് വെരി റിമാർക്കബിൾ ഇൻ ദ സെൻസ് എത്രയോ പ്രാവശ്യം അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇവർ നമ്മൾക്കറിയില്ല നമ്മുടെ ഓഡിയൻസിൽ എത്ര പേര് എങ്ങനെയാണ്, ഒന്നും അറിയാണ്ട് ഇങ്ങനെ കണ്ടു കാണും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. എൻ്റെ ബേസിക് സാധനത്തിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. ആൻഡ് ദെൻ ബ്രിങ് ദെം ടു മൈ വേൾഡ് ഓഫ് ആർട്ട്. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. എന്താണ്, വെറുതെ ISL ചെയ്യാന്നല്ല നമ്മുടെ ഉദ്ദേശം. ഫൈൻ ആർട്ട്, ദാറ്റ് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതും നമുക്ക് അതിൻ്റെ ഒരു ആ പ്രിവിലേജ് ഉണ്ടായതും അവർക്ക് അത് ആക്സസിബിൾ ആക്കുക എന്നാണ്. പിന്നെയുള്ളത് cinema. See, when I look now, I'm doing so many things in my area. For me, big screen എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ക്യാമറ ഇപ്പോൾ എൻ്റെ വർക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് വെരി ന്യൂ ടു ദി ക്യാമറ. ഓഫ് കോഴ്സ് ചില സമയത്ത് അത്രയൊരു ടൈറ്റ് ഫ്രെയിമിൽ എത്രത്തോളം നമ്മൾ അഭിനയിക്കണം എന്നുള്ള ചില വ്യത്യാസങ്ങളല്ലാണ്ട് എന്നെ വിഷ്ണു മോഹൻ, ഓഫ് കോഴ്സ്, ഐ തിങ്ക് ഇൻ ഹിസ് ഇൻ്റർവ്യൂ ഹാസ് സെഡ് ഒരു കൊല്ലം പുറകെ നടന്നതല്ല ഞാൻ. ബേസിക്കലി എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം കൂടെ ഉരുത്തിരിഞ്ഞ് വന്നു. അവർ ട്രിവാൻഡ്രത്ത് തന്നെ ചെയ്യാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് വാസ് ഓക്കെ. പിന്നെ നല്ല ടീമാണ്, റൈറ്റ്? ദാറ്റ്സ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ആർ കംഫർട്ടബിൾ ആൻഡ് ദേ ഓൾസോ നോ യു. അപ്പോൾ ദാറ്റ് വാസ് വെരി. പിന്നെ രാവിലെ ഞാൻ വർക്കിന് പോകും, വൈകുന്നേരം ഒരു ഷൂട്ട് ചെയ്യും, വീക്കെൻഡ്സിനും ഷൂട്ട് ചെയ്യും. കുറച്ച് ദിവസമേ ഉള്ളൂ.
പിന്നെ എനിക്ക് ഈ പറയുന്ന ഇത്തരം വർക്കിനൊക്കെ എനിക്ക് ഫണ്ട്സ് വേണ്ടിയിരുന്നു. അതും കൂടെ പറയാമല്ലോ. അത് കഴിഞ്ഞ ഉടനെയാണ് എൻ്റെ സ്ത്രീ പ്രേക്ഷണ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നത്, ISലും നടന്നത്. ബിക്കോസ് നമുക്കൊന്നും ഡാൻസേഴ്സിനൊന്നും നോബഡി ഫണ്ട്സ് അസ്. നമുക്ക് അങ്ങനെയുള്ളൊരു സംവിധാനം സമ്പ്രദായം ഒന്നും അറ്റ്ലീസ്റ്റ് കേരളത്തിൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എപ്പോൾ കിട്ടാനാ? അപ്പോഴേക്കും നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസ് ഗോ, നമുക്ക് മടുപ്പ് വരാം. സോ ഫോർ മീ റിയലി ഐ മസ്റ്റ് സേ ദാറ്റ് സ്റ്റിൻറ്റ് ഇൻ, പിന്നെ ഓഫ് കോഴ്സ് ഐ എൻജോയ്ഡ് ദി എക്സ്പീരിയൻസ്. എനിക്ക് അധികം ഒന്നും ആക്ച്വലി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അതിൽ. ഐ മീൻ ഇറ്റ് വാസ്, എനിക്ക് അങ്ങനെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള റോളൊന്നും ആയിരുന്നില്ല. ഹീറോയിൻ ക്യാരക്ടർ അങ്ങനെയാണ്. I think there are other heroines also in that, but it's Biju Menon's opposite ആണ്. It was a nice sweet nice role. ഇൻഡസ്ട്രിയിലേക്ക് അങ്ങനെ ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഇപ്പോൾ ഹ്യൂമൻസ് ഓഫ് സമ്മൺ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഇൻഡസ്ട്രിയിലേക്ക് കാലം ഐ എം ഓൾറെഡി ഇൻ ദി ആക്ടിംഗ് ഇൻഡസ്ട്രി. ഐ എം Not ബേസിക്കലി acting industry, film industry. film, you know, for me it is just a byproduct of what I am doing. If I find ഒരു അത്രയും നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമുക്ക് വലിയ പ്രശ്നമില്ലാത്തതൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ചെയ്തേക്കാം, ചിലപ്പോൾ ചെയ്തേ ഇല്ലായിരിക്കാം, ചിലപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തേക്കാം. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഡു, എക്സ്പ്ലോർ മൈ സ്ക്രിപ്റ്റ് ഓൺ സ്ക്രീൻ. സോ അതല്ലാണ്ട് ഇപ്പോൾ എനിക്ക് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാനത് ചെയ്തപ്പോഴേ എനിക്ക് ഒട്ടും ന്യൂ ആയി തോന്നിയില്ല. ഐ ഓൾമോസ്റ്റ് ഫെൽ ലൈക്ക് ഐ ഓൾറെഡി, ഐ ഡോണ്ട് നോ, ഐ ഫെൽ സോ ഇൻ ദ സെൻസ് ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു എനിക്ക്. ഡാൻസേഴ്സിൻ്റെ അത്രയും എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അത്രയും ആക്ടിങ് സിനിമയിൽ വേണ്ട എന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഡാൻസ് കടന്നു വരും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ച് തുടങ്ങും. ഇത്ര ഡാൻസ് മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ഒരാളെ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്ത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. You mean acting? See, for me acting is acting, whether it's in dance or screen or cinema. നമ്മൾ ഡാൻസിൽ യു ക്യാൻ ബി എ ബാഡ് ആക്ടർ. ഇപ്പോൾ സിനിമയിൽ നന്നായി അഭിനയിക്കുന്ന ഒരാൾ ചിലപ്പോൾ ഡാൻസിൽ വളരെ ബാഡ് ആക്ടർ ആയിരിക്കാം. അതേപോലെ മറിച്ചും ആവാം. ഫോർ മീ നമുക്കൊരു വെർസറ്റൈൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഇതൊക്കെ ഒന്നായിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് നമ്മൾ ഈവൻ ഡാൻസിൽ പോലും തീരുമാനിക്കും ഓരോ ഐറ്റംസ്. ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് ഐറ്റം അഗൈൻ. ഓരോ സീക്വൻസസ്. ഇപ്പോൾ ഇന്നൊരു വർക്കാണ് വെച്ചാൽ ഞാൻ തീരുമാനിക്കും ഇതിൻ്റെ ആക്ടിങ് സമ്പ്രദായം എങ്ങനെയായിരിക്കണം, സ്റ്റൈലൈസ്ഡ് ആവണോ, അപ്പോൾ ഞാൻ സ്റ്റൈലൈസ്ഡ് ആക്കും. ചില വർക്ക് ഞാൻ പറയും ഇതിൻ്റെ ആക്ടിങ് സമ്പ്രദായം എന്തായിരിക്കണം, കുറേ കൂടെ ലളിതമാവണോ, കുറേ കൂടെ ഒരു അത്രയും സ്റ്റൈലൈസ്ഡ് റിയലിസ്റ്റിക് ആവണം. അതുപോലെ തന്നെയാണ് ഫിലിം വിൽ ഡിക്റ്റേറ്റ് എന്ത് കൈൻഡ് ഓഫ്, ഇഫ് ദി ഡയറക്ടർ സേസ് നമ്മൾക്ക് സാധാരണ ഒരു ക്യാരക്ടറാണ് ഒരു വ്യക്തി, അപ്പോൾ നമ്മൾ അത്രേ വേണ്ടു. അല്ല ഇനിയിപ്പോൾ ഞാനൊരു ഒരു സ്റ്റൈലൈസ്ഡായി വേണ്ട ഒരു ആക്ടിംഗ് ഉള്ള ചില റോൾസ് ഇറ്റ് ഹാസ്, I'm not saying some roles have that kind of, ഇപ്പോൾ നമ്മൾ തിയേറ്റർ നോക്കുകയാണെങ്കിൽ അല്ലേ. സോ ഫിലിമിൽ യൂഷ്വലി നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അല്ലേ ചെയ്യാം. ആൻഡ് മാത്രമല്ല ഇന്നിപ്പോൾ ഇറ്റ്സ് ഓൾ ദി ഡയറക്ടേഴ്സ് ഗെയിം. പിന്നെ ഭാഷയാണ് പ്രശ്നമാവുക. ഇപ്പോൾ എന്നോട് എൻ്റെ തന്നെ ഒരു ആക്സെൻറ്റിൽ സംസാരിച്ചോ പറഞ്ഞാൽ പ്രശ്നമില്ല. ഇപ്പം എന്നോട് പെട്ടെന്ന് കയറി കോട്ടയമോ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കണം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. there is preparation അല്ലേ. അപ്പോൾ ആ പ്രിപ്പറേഷൻ വേണ്ടി വരും. സോ ദെൻ ദാറ്റ് ബിക്കംസ് എ ടൂൾ. ആൻഡ് ആ ടൂളിൽ നമ്മൾ എത്രത്തോളം ട്രെയിൻഡ് ആവണം എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു ഡാൻസ് പഠിക്കാത്തൊരു ആക്ടർ ഡാൻസിൽ കൂടെ ഒരു ക്യാരക്ടറൈസേഷൻ ഞാനൊരു കൊടുക്കുകയാണ് ഒരു ഡാൻസ് ഡ്രാമയിൽ. ഐ വോണ്ട് യു ടു ഡു ദിസ് റോൾ ആൻഡ് ഐ വോണ്ട് യു ടു ഡു ദാറ്റ് ക്യാരക്ടർ വിത്ത് ദിസ് മൂവ്മെൻറ്റ് പറഞ്ഞാൽ ആ മൂവ്മെൻറ്റ് ഇസ് ദാറ്റ് ടൂൾ. ദേ ഹാവ് ടു ഗെറ്റ് ട്രെയിൻഡ് ഇൻ ഇറ്റ്. അവരിനി അല്ലെങ്കിൽ എന്ത് ചെയ്താലും അത് ആക്ടിങ് ആവില്ല. ഈ മ്യൂസിക്കിനെ പറ്റി പ്രൊഡക്ഷൻസിൽ മ്യൂസിക് പഠിച്ച് ചെയ്യാറുണ്ട്. അഹല്യയിൽ പഠിച്ചിട്ടില്ല ഞാൻ. അല്ല അതിനുവേണ്ടി ചെയ്യാറുണ്ട്. ഇപ്പം അതെ ബിജിപാൽ സാറുമായിട്ടൊക്കെയുള്ള സെഷൻസും അത്രയും ടൈം എടുത്താണ് മ്യൂസിക് പഠിക്കുന്നത്. ഈ സീയിങ് മ്യൂസിക് ആൻഡ് ഹിയറിങ് ഡാൻസ് അതൊരു തിയറിയാണ്. ലാസ്റ്റ് വുമൻസ് കോളേജിൽ നടന്ന സെഷനിൽ അതായിരുന്നു ടോപ്പിക്. അതിലേക്ക് ആൾക്കാർക്ക് ഇത് വേറിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ അവർ കണ്ണ് ഇപ്പം നമ്മുടെ
ഇപ്പോൾ പാട്ട്, ഇപ്പോൾ ഡാൻസിൻ്റെ മ്യൂസിക് കേൾക്കുമ്പോൾ അവിടെ എന്തായിരിക്കും ഡാൻസ് എന്നുള്ളൊരു വിഷ്വലും, ഡാൻസ് ഇനിയിപ്പോൾ അഥവാ പാട്ടില്ലെങ്കിൽ കാണുമ്പോഴും ഇറ്റ് ഷുഡ് ബി മ്യൂസിക്കൽ. ഫോർ എക്സാമ്പിൾ, ആ ഹിയറിംഗ് ഇംപയർഡ് അതൊരു എക്സാമ്പിളാണ്. അവർക്ക് മ്യൂസിക് കേൾക്കുന്നില്ല, ബട്ട് ലുക്ക് അറ്റ് ദെയർ എക്സ്പ്രഷൻ ഓൾമോസ്റ്റ് ആസ് ഇഫ് ദേ ഹേർഡ് ദ മ്യൂസിക്. സോ ദിസ് ക്യാൻ ഹാപ്പൻ വിത്ത് അതർ പീപ്പിൾ ഓൾസോ അല്ലേ? അപ്പോൾ അത് നമ്മൾ ഈ അലാടചക്ര പ്രതിമം എന്ന് പറയുന്നത് ഈ ഒരു ഇങ്ങനെ നമ്മൾ ഈ ഒരു ലിറ്റായിട്ടുള്ള ഒരു റാന്തലല്ല എന്താണ് പന്തൽ, അതിട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ ഹോൾ. അതായത് ഇത് രണ്ടും ഒരുമിച്ച് വൺ സ്വോളോയിങ് ദി അതർ എന്നാണ് പറയുന്നത്. സോ വേറിട്ട് നിൽക്കാൻ പാടില്ല. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഓർക്കസ്ട്രേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ലൈവായി ചെയ്യുമ്പോൾ ഞാൻ പറയും എല്ലാവരും എല്ലാം വായിക്കരുത്, നിങ്ങൾ ഒരുമിച്ച് വായിക്കരുത്, നിങ്ങൾ അവർക്കൊക്കെ പാർട്സ് ഉണ്ട്. അതേപോലെ ഇപ്പോൾ സഞ്ചാരി ഞാൻ മനോധർമ്മം എടുത്ത് ചെയ്യുമ്പോൾ ഞാൻ അവരോട് വോക്കലിസ്റ്റിനോട് പറയും സഞ്ചാരി നിങ്ങൾ ചെയ്യേണ്ട, നമ്മൾക്കത് നൊട്ടേറ്റ് ചെയ്യാം, ഞാനിവിടെ ചെയ്യാം, പിന്നെ അതിൽ നിന്ന് വർക്ക്. സോ മറ്റേത് രണ്ടും രണ്ടായി നിൽക്കും. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും എൻ്റെ വർക്ക് സ്റ്റേജ് കഴിഞ്ഞാൽ ഒരുപാട് പേര് മ്യൂസിഷ്യൻസിനെ പോയി എന്ന് പറയാൻ. അതെന്താ വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് സമയത്ത് ദെയർ ഇസ് ദിസ് കംപ്ലീറ്റ് ഹാർമണി ബിറ്റ്വീൻ ദി മ്യൂസിക് ആൻഡ് ദ ഡാൻസ്. പലപ്പോഴും ഇത് നമ്മൾക്ക് വേറിട്ട്, ഫോർ എക്സാമ്പിൾ എടയ്ക്ക എന്നുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ വെറുതെ വായിക്കാൻ പാടില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ട്. ചിലപ്പോൾ മറ്റേൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും നോയ്സ് ആവരുത്. സോ ഇത്രയും എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള പാർട്സും. അതുകൊണ്ടാണ് മ്യൂസിഷ്യൻസ് ഇപ്പോൾ വോക്കലിസ്റ്റും മൃദംഗിസ്റ്റും എൻ്റെ മറ്റേതൊക്കെ നമുക്ക് തലേ ദിവസം അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ ഞാൻ വർക്ക് ചെയ്യില്ല. എല്ലാവർക്കും അതിൻ്റെ ആയിട്ടില്ല. അതേപോലെ തന്നെ നമ്മളൊരു സാധനം സെറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി ഇപ്പോൾ പാട്ട് ഉഗ്രനാണെങ്കിൽ ഡാൻസിനെക്കാട്ടും പ്രേക്ഷകർ എന്ത് ചെയ്യും? കുറച്ച് നല്ല പാട്ടിൽ ഗ്രാഹ്യമുള്ളവർ അവർ കണ്ണടച്ച പാട്ട് മാത്രം കേൾക്കും. ഡാൻസ് അതിനേക്കാട്ടിലും ഗംഭീരം ആണ് വെച്ചോളൂ. പാട്ടിനെക്കാട്ടിലും ആൾക്കാർ ഉറങ്ങും. എന്ത് ഡാൻസ് തന്നാലും പാട്ട് ശരിയല്ലെങ്കിൽ പീപ്പിൾ ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്, റൈറ്റ്? ഇഫ് ദ സോങ് ഇസ് നോട്ട് ഗ്രേറ്റ്. സോ ഇത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് എപ്പോഴും ഒരു മ്യൂസിഷ്യനും ഡാൻസറും തമ്മിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ കാണാണ്ട് നമ്മളോട് ഒരു ആൽബം ഇതിലൊന്ന് ഡാൻസ് ചെയ്യോ പറഞ്ഞാൽ ഞാൻ ആവുന്നതും ഞാൻ ചെയ്യില്ല. എന്താ വെച്ചാൽ എൻ്റെ വിഷ്വൽസ് അല്ല ആ മ്യൂസിക് ഉണ്ടാക്കിയ ആളുടെ വിഷ്വൽസ്. ഇൻസ്റ്റഡ് ഇഫ് യു ക്യാൻ വർക്ക് ടുഗെദർ ഇറ്റ് ഷുഡ് കം. ഇപ്പോൾ ഇന്ദ്രൻ്റെ ഭാഗം അഹല്യയിലും ഇന്ദ്രൻ്റെ ഒരു വരവുണ്ട് ഐരാവതത്തിലും. അപ്പം അതിൽ ആ ലിറിക്ക് നമ്മൾ വാൽമീകിയുടെയാണ് ചെയ്തത് എങ്കിലും ആ ലിറിക്ക് ഞാൻ എഴുതി ഇന്ദ്ര അത്തീന്ദ്ര രതീന്ദ്ര, എന്നിട്ട് അതാണ് സിഗ്നേച്ചർ ലൈൻ. ഇദ്ദേഹം ആ ഐരാവതത്തിൽ വന്നു കഴിഞ്ഞ് പിന്നെ മിഴാവിൻ്റെ ഒരു ഇതിൽ ഇത് ഈ സിഗ്നേച്ചർ ലൈൻ പോകും. ഇറ്റ്സ് വെരി ഹോണ്ടിങ് ആക്ച്വലി. അത് എങ്ങനെ ഹോണ്ടിങ് എന്ന് അറിയണം, നമ്മുടെ മ്യൂസിഷ്യൻസ് ഇങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ റെക്കോർഡിങ് കഴിഞ്ഞ് പോകുമ്പോൾ അവരിത് ഹം ചെയ്യും. ദെൻ യു നോ ഇറ്റ്സ് ക്യാച്ചി. അവർ ഓട്ടോമാറ്റിക്കലി ഹം ചെയ്തിട്ടാണ് പോവുക. സോ യു നോ യുവർ വർക്ക് ഇസ് ക്യാച്ചി. അറേഞ്ച്മെന്റ്സ് ചെയ്യാറുണ്ട്. അഹല്യയുടെ കംപ്ലീറ്റ് BGM ഞാനാണ് ചെയ്തത്. അപ്പം അത്രയും മ്യൂസിക്കിനെ പറ്റി നോളജ് ഉള്ള അല്ലെങ്കിൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അത്രയും എനിക്കിത് സ്വരപ്പെടുത്തി കൊടുക്കാൻ അറിഞ്ഞൂടാ, പാടിക്കൊടുക്കാം. അത് അവർ പിന്നെ അതിനെ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി മനസ്സിലാവും. പക്ഷെ എനിക്ക് ആ വിഷ്വൽസും ആ മ്യൂസിക്കും തമ്മിലുള്ള ഞാൻ പഠിച്ചത് ഭാഗവതമേള നാടകാചാര്യൻ ശ്രീ കലൈമാമണി എസ് നടരാജൻ. അദ്ദേഹം മേലറ്റൂർ ഗ്രാമത്തിൽ ഇപ്പോൾ ഹീസ് നോ മോർ, പക്ഷെ അതിൻ്റെ ഒരു ആചാര്യനായിരുന്നു. അത് ഭാഗവതർ എന്ന് പറഞ്ഞാൽ ഭാഗവതമേള നാടകത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു 5-6 പേരിരുന്ന് പാടുകയാണ്. ഗംഭീര മ്യൂസിക്കാണ്. ഇതാണ് നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് വളരേണ്ടത്. ദ ഫൈനസ്റ്റ് ഓഫ് മ്യൂസിക്. എനിക്കറിയാം, ഞാൻ ഒരിക്കൽ ദുബായിൽ നമ്മൾക്കിപ്പോൾ ലാൽഗുഡി സാറിൻ്റെയൊക്കെയാണ് ചെറുപ്പത്തിൽ അവിടെ നമ്മൾ ഫൈൻ ആർട്സിൽ കാണുന്നതും ഒക്കെ. സോ ദ ബെസ്റ്റ് ഓഫ് ഐ തിങ്ക് മ്യൂസിക് വീവ് ഹാഡ് ദാറ്റ്. അപ്പം എനിക്ക് നമ്മുടെ വർക്കിൽ ഇത് എങ്ങനെയാണ് ഇത് വരേണ്ടത് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള എനിക്ക് എന്താ വേണ്ടതെന്നുള്ള ഓവേർട്ട്ലി മ്യൂസിക്കിലും ചിലപ്പോൾ ആവില്ല. എനിക്ക് എന്താ ഇപ്പോൾ അഹല്യ കണ്ട് ആൾക്കാർ പറഞ്ഞ് എന്താണോ ആക്ടിന് വേണ്ടത് അതായിരുന്നു ഉള്ളത്.
അതേപോലെ ചിലത് ഇപ്പം നമ്മൾ കാവലം നാരായണ പണിക്കർ സാർ പറയും ഹൃദയ താളം അല്ലെങ്കിൽ ഹൃദയ രാഗം. ചിലതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രാഗം കനകാംഗി ആണെങ്കിൽ പെട്ടെന്ന് വേറൊരു സാധനത്തിൽ കയറി വരും. അത് ആ വാക്ക് എനിക്കറിയാം. അത് ഞാൻ ചെയ്തപ്പോൾ ഇത് പ്യുവർ കനകാംഗിയിൽ സഹായിച്ചാൽ എന്നാൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫൈനലി വേണ്ട വെച്ചു. ഈ പറയുന്ന ഒരു എബിറേഷൻ അതിന് ഭയങ്കര രസമായിരുന്നു. So which is why I say for the audience it should be an experience, both the dance and the music. And most of the time I think the dancer has to involve with the musicians. നമ്മുടേതായ ഒരു സ്പേസിൽ, ഒറ്റയ്ക്കുള്ള ഒരു സ്പേസിൽ പാടി ഡാൻസ് ചെയ്യാറുണ്ടോ? അങ്ങനെയാണല്ലോ ഈ വർക്കൊക്കെ ഉണ്ടാവുന്നത്. സ്വന്തമായിട്ട് പാടി പാടി അപ്പോൾ ഞാൻ ഇത് ചെയ്യും, ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് പിന്നെ അയക്കുന്നത് ഇവർക്കൊക്കെ. കേൾക്കുന്ന ആൾക്കാരുടെ കഷ്ടമാണ്. പക്ഷെ കുറച്ച് കഷ്ടമാണെങ്കിലും പാടി കേൾക്കാൻ കേൾക്കുന്ന ആൾക്കാർക്ക് കഷ്ടമാണ് ഇത് ഇങ്ങനെ കേൾക്കുന്നതിന്. പക്ഷെ അവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത്. ജെന്യുവൻലി ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, പാടിയാൽ എങ്ങനെയാവും. ഭയങ്കര മോശമാണ്, സമയക്കില്ല. ഞാൻ അഹല്യയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. വേണ്ട വേണ്ട, അത് നമ്മൾ നല്ലൊരു ഇൻ്റർവ്യൂ. ആ സൈഡിനെ പറ്റി അധികം ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. Composer need not sing. Composers need not always sing. അതിലൊരു ഇതുണ്ട്, ശ്രീരാമനെ കണ്ട ഉടനെ മറ്റേ ആദ്യന്നദ്വയനൗ വ്യക്തൻ അനാകുലൻ പരമൻ പരം ന്യൂനാധിരേഖശൂന്യൻ അചലൻ ആത്മാരാമൻ ശുദ്ധൻ അദ്വയൻ സമൻ. അങ്ങനെ പോകും. ധീകിടതാം തകു സംയുക്താമിദം സംയുക്തം അഹം രാമ രാഘവ അഹല്യായിദം സംയുക്തം താം തരിടതിം തതികുത കഠിമുക്കുതാം തത്താം ഡീങ്കിനതാം ദീത്താം അടിഡീങ്കിന താദിത്താം ഡിമുക്കുതാം തത്താം ഡീങ്കിനതാം ദീത്താം അടിഡീങ്കിനതാം ദീത്താം. ഇതൊരു സാധനമാണ്. ഇതാണ് ഇതാണ്. ഓ, ഇത് ഭയങ്കര പുതിയൊരു അറിവാണ്. കല്യാണം നല്ല. ഇപ്പം ചില രാഗങ്ങളുടെ പോസിബിലിറ്റി, ഇപ്പോൾ ശുദ്ധധന്യാസി തന്നെ പല പോസിബിലിറ്റീസ്. ഇപ്പം ഇതല്ല, ശുദ്ധധന്യാസിയിൽ ഈ ഭാഗത്ത് ഞാൻ ഈ ഇന്ദ്രനും അഹല്യയും പ്ലസ് ഗൗതമ മഹർഷി തിരിച്ചു വരുന്നതും പിന്നെ അഹല്യയുടെ ഒരു ലോൺലിനെസ്സും. ഞാൻ അന്ന് ആലോചിച്ചത് ശുദ്ധധന്യാസി എന്നുള്ളൊരു രാഗത്തിന് ഇത്രയും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇത്രയും ഇമോഷൻസ് എടുക്കാൻ, ശൃംഗാരത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും വേർപാടിൻ്റെയും. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര, എനിക്ക് തന്നെ എൻലൈറ്റനിങ് ആയിരുന്നു ബേസിക്കലി വെൻ ഐ വർക്ക് വിത്ത് രാഗാസ്. ഇതേ ശുദ്ധധന്യാസിയാണ് ഞാൻ മറ്റേ ഇതിലും. ബോധിസത്വാഗംഭീര പ്രജ്ഞാ പരമിതചാര്യം ചാര്യമൗനു വ്യാവലോകിത്തി സ്മ പഞ്ചസ്കന്ധ അസതശ്ച സ്വാഭവശൂന്യം പശ്യതി സ്മ ഈഹ ശരിപുത്രരൂപം ശൂന്യം ശൂന്യത ഈവാരൂപ. ദി ഒറിജിനൽ ചാൻറ്റ് ഇസ് ബൈ മീ. ഇപ്പം നമ്മളിതിനെ നമ്മുടെ ഓർക്കസ്ട്രേഷനിൽ അഡാപ്റ്റ് ചെയ്തു. ദാറ്റ്സ് വാട്ട്. ഓർക്കസ്ട്രേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഈ ശുദ്ധധന്യാസി എന്ന് പറയുന്നത് മലയാളം സിനിമയിൽ ഏറ്റവും കുറേ പാട്ടുകൾ കാണും. സാഗരങ്ങളിൽ അങ്ങനത്തെ ഈ എന്ത് ഒരു സെലിബ്രേഷനോ ഒരു വാസ്റ്റ്നെസ്സോ ഉണ്ടെങ്കിൽ അത് നേരെ ശുദ്ധധന്യാസിയിലേക്ക് പോകും. സോ അതാണ് ചില നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്നതിന് കിട്ടുന്ന ഒരു ഇത്. ഈ ഫിലിം സോങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സോങ്സ് ആണെങ്കിലും ഇഷ്ടമുള്ള രാഗത്തിലെ ഇഷ്ടമല്ല അങ്ങനെയല്ല. എനിക്ക് ഒരുപാട് രാഗങ്ങൾ ഇഷ്ടമാണ്. There are so many songs that I like in the old മലയാളം. ഇന്ന് രാവിലെ ഒന്ന് കേട്ടു കേട്ടോ, ദശരഥത്തിലെ
മന്ദാരച്ചെപ്പുണ്ടോ മാണിക്ക, all those ആ ഈറയത്തെ സോങ്സ് ഇത് രജിസ്റ്റേഴ്സ്. ഇന്നത്തെ ഫോർ സം റീസൺ ഡസൻ രജിസ്റ്റർ ബിക്കോസ് എവറിത്തിങ് ഒരു ഗിറ്റാർ ബേസും ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനൊരു വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അന്നത്തേക്കാ ഇറ്റ്സ് സോ മെനി ഓഫ് ദം ലൈക്ക് ഗിരീഷ് പുത്തഞ്ചേരിയും ദേവരാജൻ മാസ്റ്ററുടെ ഒക്കെ. ഡൗൺ സ്റ്റേജിൽ അങ്ങനെ ഓണാക്കുന്ന ഒരു പാട്ട് ഏതാണ് പൊതുവെ ലൈഫിനോട് അങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന? Oh, you know, one thing there's that ഒരേ കടലിൽ I noticed. അതിൽ എല്ലാം ഒരേ രാഗമാണ്. എല്ലാം ഒരേ രാഗമാണ്. പക്ഷേ it gives so much. Yeah. Thought it was very beautifully executed. The music Osapachan sir. ഇപ്പോൾ കുറേ ആയിട്ട് ആ ടച്ച് ഇല്ല. ബട്ട് ദെൻ ഐ റിമെമ്പർ, എനിക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലെ പാട്ടുകളാണ് ഇപ്പോഴും ഓർമ്മ. ഇല്ല കേട്ടോ, ഇതിപ്പം നേരെ മാറിയില്ല, ഇൻ്റർവ്യൂവിൻ്റെ ചായ മാറി. പാർട്ട്ണർഷിപ്പിലുള്ള പലവരും പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നേ ഉള്ളൂ, ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ എത്ര പേരെ കാണിക്കാം? കണ്ണടച്ച് ഞാൻ പറയുമ്പോൾ അവിടെ ഒരു കമ്പാരിസൺ ഇല്ല എന്നുള്ളത്. അത്രയും എക്സ്പീരിയൻസ്ഡും അത്രയും നമ്മൾ വെറും സിനിമയിൽ കാണുന്നതെല്ലാവരും അഫ്കോഴ്സ് സിനിമയിലും എക്സലൻ്റ് ആണ്. കച്ചേരി എന്നെന്താ പറയാൻ കാരണം, ഞാൻ എവിടെയോ വായിച്ചാണേ, കച്ചേരി എന്ന് പറയാൻ കച്ചേരി പറഞ്ഞാൽ എന്താ, ഇപ്പോൾ കച്ചേരി പടിയെന്ന് ആ ക്വസ്റ്റ്യൻ റെലവൻ്റ് അല്ല. ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു.